നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സുവാരസ് എന്ന് തംബ്നെയിൽ ഇടാനുള്ള കാരണം എന്താ അറിയോ? സുവാരസ് വിരമിച്ചതാണെന്ന് അറിയാഞ്ഞിട്ടല്ല. ആ വിരമിച്ച സുവാരസ് താൻ വേൾഡ് കപ്പിന് വേണേ കളിക്കാം എന്നൊരു പ്രസ്താവനയൊക്കെ നടത്തി നോക്കി. പക്ഷേ കോച്ച് ബിയൽസ അതങ്ങ് തള്ളിക്കളഞ്ഞിട്ട് ഇപ്പോൾ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച താരങ്ങൾ എന്തായാലും ഉറുഗ്വായ്ക്കുണ്ട്, സംശയമില്ല. ഡാർവിൻ ന്യൂനസിനെ പോലെ, അതുപോലെ ഫെഡെ വാൽവർദയെ പോലെ, റോഡ്രിഗോ ബെൻഡാങ്കൂറിനെ പോലെ, എമിലിയാനോ മാർട്ടിനസിനെ പോലെയൊക്കെയുള്ള താരങ്ങളുണ്ട്. അതല്ല, പക്ഷേ സുവാരസ് ആഗ്രഹിച്ചിരുന്നു വീണ്ടും ഒരു വേൾഡ് കപ്പ് കളിക്കാൻ. അതാണിപ്പോൾ നിഷ്കരുണം ബിയൽസ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഉറുഗ്വായ് വേൾഡ് കപ്പിനുള്ള അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേൾഡ് കപ്പിൽ അവരുടെ മത്സരങ്ങൾ ജൂൺ 16 പുലർച്ചെ ആദ്യ മത്സരം സൗദി അറേബ്യക്കെതിരെ, പിന്നെ അടുത്ത കളി കേപ്പ് വെർദക്കെതിരെ, പിന്നെ സ്പെയിനിനെതിരെ. കടുകട്ടി ഗ്രൂപ്പിലാണ്, ഗ്രൂപ്പ് എച്ചിലാണ്. എന്തും സംഭവിക്കാം. ഏതായാലും സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് സെർജിയോ റോഷറ്റ്, ഫെർണാണ്ടോ മുസ്ലേര, സാന്റിയാഗോ മെലെ എന്നിവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിഫൻഡർമാരായിട്ട് ഗുയർമോ വഴേല, റൊണാൾഡോ റൗഹോ, ഹോസെ മരിയ ഹിമിനസ്, സാന്റിയാഗോ ബ്യൂനോ, സെബാസ്റ്റ്യൻ കാസേറസ്, മാറ്റിയസ് ഒലിവേഴ, ജോക്കിൻ പിക്കാഡസ്, മാറ്റിയാസ് വീന എന്നിവരാണ് ഡിഫൻഡർമാരായിട്ടുള്ളത്. മധ്യനിരയിലേക്ക് മാനുവൽ ഉഗാർട്ടെ, എമിലിയാനോ മാർട്ടീനസ്, റോഡ്രിഗോ ബെൻഡാങ്കൂർ, ഫെഡറിക്കോ വാൽവർദെ, അഗസ്റ്റിൻ കനോബിയോ, യുവാൻ മാനുവൽ സനാബ്രിയ, ജോർജിയൻ ഡി അഡസ്കേറ്റ, നിക്കുലാസ് ഡി ലാക്രൂസ്, റോഡ്രിഗോ സലാസർ, ഫെക്കുണ്ടോ പെല്ലിസ്ട്രി, മാക്സിമിലിയാനോ അറൗഹോ, ബ്രിയാൻ റോഡ്രിഗസ് എന്നിവരുണ്ട്. മുന്നേറ്റ നിരയിൽ റോഡ്രിഗോ അഗർ, ഫെഡറിക്കോ വിനാസ്, ഡാർവിൻ ന്യൂനസ് എന്നിവരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച സ്ക്വാഡ് തന്നെയാണ്. സ്പെയിനെതിരെ നല്ലൊരു വെല്ലുവിളി അവർ ഉയർത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. പിന്നെ സൗദിയെ കൂടി വീഴ്ത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവർ മുന്നോട്ട് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.